ഗുഡ് മോർണിംഗ്. ഞാനിങ്ങനെ ദൂരെ കണ്ണുനട്ട് നിൽക്കുക. ഈ മലകളുടെ മുകളിലൊക്കെ മഞ്ഞ് മൂടി പൊതിച്ച് നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ ഇങ്ങനെ കിളികളുടെ ശബ്ദമുണ്ട്. മൊത്തം ഒരു ശാന്തതയാണ് കാലത്ത്. പിന്നെ ഇങ്ങനെ തൊടിയിലിറങ്ങിയപ്പോൾ ഇന്നത്തെ കറിക്കുള്ള മുരിങ്ങയില റെഡിയായിട്ട് നിൽപ്പുണ്ട്. പിന്നെ ഇങ്ങനെ കാഴ്ചയൊക്കെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കണ്ട് ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. ഇവിടെ നിറയെ ചെമ്പരത്തിപ്പൂ പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം പറിച്ച് ഇനിയിപ്പോൾ എന്തായാലും അത് വീഴാറായി തുടങ്ങി. അപ്പം അതെല്ലാം പറിച്ച് ഉണക്കാമെന്ന്. അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടെൻഷനുകളും മാറും. നല്ല ശാന്തതയും എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. കാലത്ത് ഇതിങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക എനർജിയാണ്. ഞാൻ മുതുകാട് വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കി നിൽക്കും കുറേ നേരം. ശരിക്കും ഒരു റിലാക്സേഷനാണ്. അപ്പുറം അവിടെ മലയിലൊക്കെ ആനയുണ്ടെന്നൊക്കെ അച്ചാച്ചൻ പറയാറുണ്ട്. ഇവിടെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. കണ്ടോ തെളിഞ്ഞ വെള്ളം, ആ മല അതേപോലെ താഴെ കാണുന്നുണ്ടോ? എന്ത് രസമാണെന്നറിയോ. നമ്മൾ ടൂറൊന്നും പോകണ്ട. ഇവിടെ തന്നെ ഇപ്പോൾ പേരമരത്തുനിന്ന് പേരക്കായ റെഡിയായി നിൽപ്പുണ്ട് പറിക്കാറായിട്ട്. അത് പറിച്ച് കഴുകി കഴിക്കണം, മക്കൾക്ക് കൊടുക്കണം. പിന്നെ നമ്മുടെ പപ്പായ മരം 2 പപ്പായ റെഡിയായിട്ട് നിൽപ്പുണ്ട്. അതിൽ ഒരെണ്ണം നല്ലോണം പഴുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ? അത് പറിച്ചെടുക്കണം. 2ഉം പറിച്ചെടുക്കണം. എന്നിട്ട് ഒരെണ്ണം പഴുപ്പിക്കാൻ വയ്ക്കാം, ഒരെണ്ണം ഇന്ന് കഴിക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറയെ കഴിക്കാനുണ്ടായിരിക്കും എന്തെങ്കിലും. മാവുമൊക്കെ മാങ്ങയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി മുകളിലാണ് മാവ്. അതൊന്ന് പറിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പം നിലത്ത് വീഴുന്ന മാങ്ങകൾ നമ്മൾ പറക്കിയെടുത്തിട്ട് അതും ചെത്തി മക്കൾക്കെല്ലാം കൊടുക്കാം. നല്ല ഹാപ്പിയാണ് ഇവിടെ. ബായ്.